മാതാപിതാക്കൾ മരണപ്പെട്ടാലും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ ദുആ ചെയ്യുക എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും റമദാൻ പോലെയുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ ദുആകൾ വർദ്ധിപ്പിക്കണം. അവർക്ക് വേണ്ടിയിട്ട് ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയത്തൊക്കെ വർദ്ധിപ്പിക്കണം. പ്രത്യേകിച്ച് സുന്നത്ത് നിസ്കാരത്തിലൊക്കെ ആണെങ്കിൽ സുജൂദിൽ, അതേപോലെ മഗ്‌രിബ് ഇഖാമത്തിൻ്റെ ഇടയിൽ, അത്തായ സമയത്ത് ഒക്കെ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അവർക്ക് വേണ്ടി അതേപോലെ തന്നെ നമുക്ക് ഉംറയും ഹജ്ജൊക്കെ അവർക്ക് വേണ്ടി ചെയ്യാം. അവർക്ക് വേണ്ടി സ്വതക്കയുടെ ബാബു വിശാലമാണ്. പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനും മറ്റ് സഹായമൊക്കെ അവർക്ക് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. ഇതൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ അവരുടെ ഖബർ സിയാറത്ത് ചെയ്യാം. ആ ഖബർ സിയാറത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ചില ആളുകൾ ചെയ്യുന്നത് പോലെ യാസീൻ ഓതി ഹദി ചെയ്യുക, അതൊക്കെ ബിദ്അത്താണ്. അതല്ലെങ്കിൽ അവിടെ ഉസ്താദ്മാരെ കൊണ്ടുപോയി അവിടെ വെച്ചൊരു കൂട്ട പ്രാർത്ഥന നടത്തുക, അല്ലെങ്കിൽ വീട്ടിൽ ഉസ്താദ്മാരെ വിളിച്ചിട്ട് അങ്ങനെ ഒരു പ്രാർത്ഥന സദസ്സ് നടത്തുക. ഇതൊന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ ചെയ്തിട്ടില്ല, ഇമാമിങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. അതല്ലാത്ത ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. ബറക്കല്ലാഹു ഫീക്കും.